ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ലോ ഡോസ് ആസ്പിരിൻ ഗുളിക എന്തിനാണ് പ്രഗ്നൻസിയിൽ കഴിക്കുന്നത് എന്ന് നോക്കാം. ലോ ഡോസ് ആസ്പിരിൻ ഗുളിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബ്ലഡ് തിന്നറാണ്. ബ്ലഡ് കട്ട പിടിക്കുന്നതിന് തടയണ ഒരു കാര്യമാണ് ഈ ലോ ഡോസ് ആസ്പിരിൻ ഗുളിക ചെയ്യുന്നത്. അതേപോലെ ബ്ലഡ് സപ്ലൈ കൂട്ടുകയും ചെയ്യും. അപ്പോൾ യൂട്രസിലുള്ള ബ്ലഡ് സപ്ലൈയും പ്ലാസൻ്റയിലുള്ള ബ്ലഡ് സപ്ലൈയും അതുവഴി കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സപ്ലൈയും കൂട്ടാൻ ഈ ഗുളിക കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഈ പ്രീ എക്ലാംസിയ എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. ഈ കണ്ടീഷനിൽ പ്ലാസൻ്റയിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. അതുവഴി അങ്ങനെ വന്നിട്ട് പ്ലാസൻ്റൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് പ്ലാസൻ്റയുടെ ഫങ്ഷൻ ശരിയായ രീതിയിൽ നടക്കില്ല. അപ്പോൾ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോയും കുറയും. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് ഗ്രോത്ത് റിട്ടാർഡേഷന്, കുട്ടി കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ മദറിന് പ്രഷർ കൂടാനും പിന്നെ അതേപോലെ ഫിറ്റ്സ് വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ലോ ഡോസ് ആസ്പിരിൻ ഗുളിക കൊടുക്കാറ്. പിന്നെ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ്, പ്രഗ്നൻസി ഇടയ്ക്ക് പെട്ടെന്ന് അബോർഷനായി പോകുന്ന അവസ്ഥ, കുട്ടി ഉള്ളിൽ മരിച്ചു പോകുന്ന അവസ്ഥ, ഇങ്ങനെയുള്ളൊക്കെ അവസ്ഥകൾ ചിലപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കണതുകൊണ്ട് വരാറുണ്ട്. ഈ പ്രഗ്നൻസി എന്നുള്ള കണ്ടീഷനിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഈ ത്രോംബോസിസ് എന്നുള്ള പ്രശ്നം തടയാൻ വേണ്ടിയിട്ടും നമ്മൾ ലോ ഡോസ് ആസ്പിരിൻ ഗുളിക കൊടുക്കാറുണ്ട് പ്രഗ്നൻസിയിൽ. അങ്ങനെ കൊടുക്കുമ്പോഴും ഈ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസിന് വേണ്ടി കൊടുക്കുമ്പോഴും പ്രഗ്നൻസി തുടക്കത്തിൽ തന്നെ ഈ ലോ ഡോസ് ആസ്പിരിൻ ഗുളിക കഴിക്കേണ്ടത് ആവശ്യമാണ്. അത് ഭക്ഷണത്തിന് ശേഷം വേണം കഴിക്കാൻ. ഇതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ലോ ഡോസ് ആസ്പിരിൻ ഗുളിക കഴിക്കുമ്പോൾ ചെറിയ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളില്ല. ഈ ഇത് കഴിക്കുന്നത് കൊണ്ട് ഗർഭം ഹെൽത്തിയായ പ്രഗ്നൻസി ഉണ്ടാകാനും കൊച്ചു ജനിക്കാനും സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഗുളിക തികച്ചും സേഫാണ്. അപ്പോൾ അത് വേണ്ട ആൾക്കാർക്ക്, അഡ്വൈസ് ചെയ്യണവർക്ക് അത് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം.